ഒരിക്കലും നല്ലൊരു റിമോട്ടിൽ ഇതുപോലത്തെ ഒരു ബാറ്ററി വാങ്ങിയിടരുത്. ഇതുപോലുള്ള സാധാരണ ബാറ്ററികൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചാർജൊക്കെ തീർന്ന് ലീക്കായി റിമോട്ട് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതങ്ങ് ഒഴിവാക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് തോന്നാം കയ്യിലുള്ള 1-2 ബാറ്ററികൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇട്ടുകൂടെയെന്ന്. പക്ഷെ അങ്ങനെയും ചെയ്യരുത്. ഞാൻ പറയണത് നിങ്ങളോട്, ഈ പാനസോണിക്കിൻ്റെ ബാറ്ററി ഉണ്ടോ, ഇത് ആൽക്കലൈൻ ബാറ്ററിയാണ്, സാധാരണ ബാറ്ററി അല്ല, ആൽക്കലൈൻ ബാറ്ററി. അപ്പോൾ ഈ ആൽക്കലൈൻ ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുറേ സമയം ചാർജ് നിൽക്കും. നമ്മുടെ സാധാരണ ബാറ്ററി നിൽക്കുന്നതിനേക്കാളും കൂടുതൽ വർഷങ്ങളോളം നിൽക്കുന്നതാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ ഈ ബാറ്ററി വാങ്ങിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി മാറ്റേണ്ടി വരില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് പൊട്ടി ഒലിച്ച് നിങ്ങൾക്ക് റിമോട്ട് ചീത്തയാവില്ല. അപ്പോൾ ഇതുപോലുള്ള റിമോട്ടൊക്കെ വാങ്ങണമെങ്കിൽ 10,000-3000 കൊടുക്കണം. പിന്നെ റയറായിട്ടുള്ള റിമോട്ടുകളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീൽഡ് ടിവിയുടെ റിമോട്ടാണ്. ഇതൊക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ ഇതിന് റീപ്ലേസ്മെൻറ്റ് പോലും കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ ശരിക്കും ആൽക്കലൈൻ ബാറ്ററി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. രണ്ടെണ്ണം എടുത്തു. ഇതിൽ 4 എണ്ണം വരുന്നുണ്ട്. സാധാരണ ബാറ്ററി വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. എന്നാലും ഇത് നമ്മുടെ റിമോട്ടിനെ സംരക്ഷിക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കാരണം ഞാൻ നിങ്ങൾക്ക് നല്ല റിമോട്ടുകൾക്ക് ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സംഭവം ഇട്ടു, അടയ്ക്കാം. റിമോട്ട് ഒക്കെ ഉണ്ട്. പിന്നെ ഇതുപോലുള്ള റിമോട്ടുകൾ നിലത്ത് വീണ് കേടായി കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. റീപ്ലേസ്മെൻറ്റ് വാങ്ങണമെങ്കിൽ നല്ല വിലയായിരിക്കും. അപ്പോൾ ഇതുപോലുള്ളൊരു റബ്ബറിൻ്റെ കേസ് വാങ്ങിയിടുകയാണെങ്കിൽ റിമോട്ട് കുറേ കാലം ഈട് നിൽക്കും. കുറച്ച് പ്രയാസപ്പെട്ട് ഇതിൽ കയറ്റണം. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. സംഭവം കൊള്ളാം. ഈ റിമോട്ട് കിട്ടിയ കാലം മുതൽ ഈ കവറിലാണ്. അതുകൊണ്ട് കുറേ തവണ നിലത്ത് വീണ്ടും ആൾ സേഫാണ്. ഇനി വേറൊരു കൂട്ടം കൂടി കാണിച്ചു തരാം. നമ്മുടെ റിമോട്ടുകളുടെ പ്രധാന വില്ലനാണ് പാറ്റ. ഇപ്പോൾ രാത്രി നമ്മൾ ടി വി ഒക്കെ കണ്ട് റിമോട്ട് എടുത്ത് വെച്ച് പോയി കഴിയുമ്പോൾ പാറ്റ വന്ന് എൻ്റെ സ്വിച്ചൊക്കെ കടിച്ച് തിന്നും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ബോക്സ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിമോട്ട് ആവശ്യം കഴിയുമ്പോൾ ഇതിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതേ ഫയർ ടി വിയുടെ റിമോട്ടുണ്ട്. ഇതിലും ആൽക്കലൈൻ ബാറ്ററി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡ്യൂറാസെല്ലാണ്. ഡ്യൂറാസെല്ല് അത്ര ടോപ്പല്ല, എങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഒരു കേസൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഷീൽഡ് ടിവിയുടെ റിമോട്ടുണ്ട്, അത് ഇതിൽ വയ്ക്കാം. എന്നിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ബാറ്ററി, സ്പെയർ ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് കൊടുക്കാം. ബോക്സ് അടയ്ക്കാം. ഇങ്ങനെ അടച്ച് വയ്ക്കുകയാണെങ്കിൽ രാത്രി റിമോട്ട് സേഫ് ആയിരിക്കും.